ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പ് പശ്ചാത്താപത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും ആഹ്വാനം. പ്രിയ സഹോദരങ്ങളെ, നോമ്പിൻ്റെ ഈ പരിശുദ്ധ കാലം നമ്മുടെ ആത്മീയ ജീവിതത്തെ വിശകലനം ചെയ്യാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുമുള്ള ഒരു സുവർണ അവസരമാണ്. ഈ കാലഘട്ടം യഥാർത്ഥമായി നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധമാക്കുവാനും ദൈവസന്നിധിയിൽ നമ്മുടെ അഹങ്കാരവും പാപങ്ങളും ശുദ്ധീകരിക്കുവാനുമുള്ള ക്ഷണമാണ്. ദൈവം നമ്മെ തിരിച്ചു വരുവാൻ ക്ഷണിക്കുന്നു. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ഇവിടെ ദൈവം നമ്മുടെ പുറമേയുള്ള മനുഷ്യനെയും ആചാരങ്ങളെയും വിലയിരുത്തുന്നില്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾക്കുള്ളിലേക്കാണ് നോക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവിധ പാപങ്ങളിൽ നിന്നും യഥാർത്ഥമായി തിരിഞ്ഞ് സത്യപരിവർത്തനം വരുത്തണമെന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ മാതൃക നോമ്പ് ഒരു ഉപവാസകാലം മാത്രമല്ല, മറിച്ച് ആത്മീയമായ ഒരു പ്രയാണമാണ്. നമുക്ക് യേശുവിൻ്റെ മാതൃകയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാം. മത്തായിയുടെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. യേശു ഒരു ദുഃഖകരമായ ആത്മീയ യാത്രയ്ക്ക് തയ്യാറായി. ഉപവാസം, പ്രാർത്ഥന, ആത്മസംയമനം ഇവയിലൂടെ അദ്ദേഹം പരിശുദ്ധ പിതാവിൻ്റെ സമീപം കയറുകയും പരീക്ഷണങ്ങളെ അതിജീവിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പരീക്ഷണങ്ങളും കടുപ്പങ്ങളും വരാം. എന്നാൽ ദൈവവചനത്തെ ആധാരമാക്കി ജീവിക്കുമ്പോൾ നമ്മെയും ദൈവം ശക്തിപ്പെടുത്തും. ലെന്റിൻ്റെ യഥാർത്ഥ അർത്ഥം നോമ്പ് കാലങ്ങളിൽ ഉപവാസം മാത്രമാകാതെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ സ്നേഹം, സേവനവുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ സാധിക്കും: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? യഥാർത്ഥമായി ദൈവത്തിന് പ്രസാദകരമായ ഉപവാസം സ്നേഹപ്രകടനങ്ങളിൽ കൂടിയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും പ്രകടമാക്കണം. വിശപ്പുള്ളവർക്ക് അന്നം നൽകുക, നിർധനർക്ക് സഹായം ചെയ്യുക, ദുർബലരായവർക്ക് പിന്തുണ നൽകുക, പരിഹാസ്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ജീവിതം ഒഴിവാക്കുക. നോമ്പുകാലം വെറുമൊരു പതിവ് ആചാരമായി കാണാതെ നമ്മുടെ ആത്മാവ് യഥാർത്ഥമായ ദൈവാനുഭവത്തിലേക്ക് നയിക്കപ്പെടേണ്ടതാണ്. ഈ നോമ്പുകാലം ആത്മപരിശോധനയുടെയും ദൈവസന്നിധിയിലേക്ക് തിരിയുവാനുമുള്ള മഹത്തായ അവസരമാണ്. ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കുന്നു അവൻ്റെ കൃപയിലേക്ക്, അവൻ്റെ സമാധാനത്തിലേക്ക്, അവൻ്റെ സ്നേഹത്തിലേക്ക്. അതിനാൽ നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിയാം. അവൻ കാത്തിരിക്കുന്നു. അവൻ്റെ കൃപയാൽ നമുക്ക് രൂപാന്തരം പ്രാപിക്കാം. ദൈവസ്നേഹത്തിൽ അനിഷ്ഠിതമായ ഒരു പുതിയ ജീവിതം ആരംഭിക്കാം. ഇതിനായി ദൈവം നാം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.